Good morning. Good morning, miss. Good morning, ma'am. Okay. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അല്ലേ? 2-3 ദിവസമായില്ലേ? എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറച്ച് പേർക്കൊക്കെ എല്ലാം അറിയാമായിരിക്കും അല്ലേ? 18 ബാച്ചിലും 19-ലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ? 17-കാർക്കായിരിക്കും അറിയാത്തത് അല്ലെ? മിസ്സിന്റെ പേര് ആതിര എന്നാണ്. ഞാൻ ഓൾറെഡി 18-ലും 19-ലും ഒക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ PG-യിൽ വന്ന് കണ്ടുകൊണ്ടി അല്ലേ? ഓക്കെ, ഫോളോ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. സെറ്റാണ് അല്ലേ? ഓക്കെ, അപ്പൊ PG ആണെന്ന് വിചാരിച്ച് പേടിയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലെ? ഡിപ്ലോമയിൽ നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ കണ്ടിന്യൂവേഷൻസ് തന്നെയാണ് ഫസ്റ്റ് 2 മോഡ്യൂൾസിലൊക്കെ പറയുന്നത് കേട്ടോ. 5th മോഡ്യൂൾ ആണെങ്കിലും 6th മോഡ്യൂൾ ആണെങ്കിലും ഒക്കെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ തിയററ്റിക്കൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ച കാര്യങ്ങളുടെ ഫോളോ അപ്പ് തന്നെയാണ് വരുന്നത് അല്ലെ? കുറെ വ്യത്യാസമൊന്നും തോന്നുന്നില്ലല്ലോ? തോന്നിയോ? കുറച്ചധികം അത് അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത രീതിയിൽ പഠിക്കുന്നു അല്ലെ? അത്രയല്ലേ ഉള്ളൂ. അപ്പൊ 5th മോഡ്യൂൾ പൊതുവെ ബേസിക്കലി എളുപ്പമാണ് കേട്ടോ. PG-യുടെ 5th മോഡ്യൂൾ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ഇന്ന് മിസ് ചാപ്റ്റർ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 6 ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. പഠിച്ചിട്ടില്ലേ? ഡിപ്ലോമയില് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഓക്കെ, എന്തൊക്കെയാണ് മാർക്കറ്റിംഗിൽ പഠിച്ചേ എന്ന് പറഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഇത് പഠിക്കാൻ പറ്റുള്ളൂ. മറന്നുപോയോ? എക്സാം ഒക്കെ കഴിഞ്ഞോടുകൂടി അവിടെ വെച്ചോ? പഠിക്കി വെച്ചോ? ബുക്കൊക്കെ കൊണ്ടുപോയി? എന്താണ് ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയാവുന്നത് പറഞ്ഞാൽ മതി. കറക്റ്റ് ഡെഫിനേഷൻ വേണമെന്നൊന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലുള്ളത് അത് മാത്രം ഒന്ന് പറ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് വെറുതെ ജസ്റ്റ് കിടന്നിട്ട് കാര്യമില്ലല്ലോ. ആ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് ആ മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളതൊന്ന് പറഞ്ഞേ. എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക. ശരി. സെല്ലിംഗ് എന്ന് മാത്രമല്ല അല്ലെ? വിൽപ്പന മാത്രമല്ല, അതൊരു തെറ്റായ ധാരണയാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഇതൊരു ബിസിനസ് ആക്ടിവിറ്റിയാണ്. ശരിയാണ്. എന്തുള്ളതാണ്? ഇപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസുകൾ അല്ലെ? ആരിൽ നിന്ന് ആരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ആക്ടിവിറ്റിയാണ്. ആരിൽ നിന്ന് ആരിലേക്ക് നമ്മൾ ഈ സാധനങ്ങൾ എത്തിക്കുന്നത്? ഗുഡ്സ് ആയിക്കോട്ടെ സർവീസുകൾ ആയിക്കോട്ടെ, ആരിൽ നിന്ന് ആരിലേക്ക്? അതൊരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അല്ലേ? ആരിൽ നിന്നാണ്? അതിന് പകരം ബയർ സെല്ലർ എന്നുള്ളതിൽ നമ്മള് ഏറ്റവും അതെ കസ്റ്റമറും പിന്നെ കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറയും അല്ലെ? കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം കൺസ്യൂമർ ആണ്. കൺസ്യൂമറിൽ നിന്നിലേക്ക് എത്തിക്കണമെങ്കിൽ ആരിൽ നിന്നാ എത്തിക്കുന്നത്? ആരിൽ നിന്നാ കൺസ്യൂമറിലേക്ക് എത്തണമല്ലോ. ആരാണത് നിർമ്മിക്കുന്ന ആളുകളെ എന്താ പറയാ? പ്രൊഡ്യൂസർ അല്ലെ? അപ്പൊ പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് അല്ലെങ്കിൽ നിർമ്മാതാക്കളിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് ഒരു പ്രൊഡക്റ്റ് ആവാം, ഒരു സർവീസ് ആവാം അല്ലെ? ഗുഡ്സ് ആയിക്കോട്ടെ സർവീസുകൾ ആയിക്കോട്ടെ, അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്ലോ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു കൂട്ടം ബിസിനസ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ? ആണോ? എന്താണ് ഇപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? എന്താ? ബിസിനസ് ആക്ടിവിറ്റി അല്ലെ? ഇതൊരു ബിസിനസ് പ്രവർത്തനമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? The management of goods and services from the producer to the consumer. അല്ലെ? പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ഈ ഗുഡ്സ് ആയിക്കോട്ടെ സർവീസുകൾ ആയിക്കോട്ടെ അത് എത്തണം അല്ലെ? അതിന്റെ ആ ഒരു ഫ്ലോയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ഒരു കൂട്ടം ബിസിനസ് പ്രവർത്തനങ്ങളെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? അതിൽ ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ട് അല്ലെ? ഒരുപാട് പ്രക്രിയകൾ വരുന്നുണ്ട്. ജസ്റ്റ് ബൈങ് അല്ലെങ്കിൽ സെല്ലിംഗ് മാത്രമല്ല അല്ലെ?
ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നാണ് അത് നമ്മുടെ കൺസ്യൂമറിലേക്ക് എത്തുന്നത് അല്ലെ? ആണോ? ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രക്രിയ അല്ല അല്ലെ? അപ്പൊ അത് എന്ത് പ്രൊഡക്റ്റ് ആണോ എന്ത് സർവീസ് ആണോ അതിനനുസരിച്ച് ഈ ബിസിനസ് ആക്ടിവിറ്റീസിൽ മാറ്റങ്ങൾ വരില്ലേ? അത് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ ഓക്കെ മതി. നമ്മൾ ഇവിടെ ഓൾറെഡി നിങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് എന്താണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പഠിച്ചതാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ്. പഠിച്ചോ? പഠിച്ചിരുന്നോ? 4 P's ഓഫ് മാർക്കറ്റിംഗ് പഠിച്ചില്ലേ? ഏതൊക്കെയാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ്? ഏതൊക്കെയാണ് 4 P's എന്ന് പറയുന്നത്? ഏതാ? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിലും ഈ ഒരു 4 പേര് ഒരിക്കലും മറന്നു പോകരുത്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഈ 4 പേരുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. ഈ ചാപ്റ്ററിൽ നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്, 4 P's ഓഫ് മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് മാറിപ്പോകരുത്. അപ്പൊ നമ്മൾ അതില് ആ ചാപ്റ്ററില് പ്രൊഡക്റ്റിന്റെ ആ ഒരു എയിം എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്താണ്, പ്രൈസിംഗ് സ്ട്രാറ്റജി എന്താണ്, അങ്ങനെയല്ലേ പഠിച്ചത് അല്ലേ? ആ സ്ട്രാറ്റജി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പ്രധാന എയിം എന്താണെന്നൊക്കെ പഠിച്ചത്. ഇവിടെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് എന്താണ്, ഒരു പ്രൈസ് എന്താണ്, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ 4 P's ഓഫ് മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് മിക്സ് പഠിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് എന്താണ്, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ കൂടുതൽ. അവിടെ നമ്മൾ ജനറൽ ആയിട്ടാണ് പഠിച്ചത് അല്ലെ? എന്താണ് മാർക്കറ്റിംഗ്? പൊതുവായിട്ട് ഇപ്പൊ ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായിട്ടുള്ള മാർക്കറ്റിങ്ങും അതുമായി ബന്ധപ്പെട്ട മെത്തേഡുകളും സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് സ്റ്റെപ്പുകളെ എന്തുമായി ബന്ധപ്പെട്ട് പഠിച്ചു? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് പഠിച്ചു അല്ലെ? പക്ഷെ ഈ ഒരു ചാപ്റ്റർ ഹോസ്പിറ്റലിന്റെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് അതിന്റെ മാനേജ്മെന്റും കാര്യങ്ങളും മാത്രം ഡീൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ ഭാഗത്ത് കുറച്ച് ഭാഗം നമ്മള് ഒരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണ് അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷം 4 P's ഓഫ് മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് മിക്സ് പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് മെത്തേഡുകളാണ് പഠിക്കുന്നത്. ഒരു 9 മാർക്കറ്റിംഗ് മെത്തേഡ് പഠിക്കുന്നുണ്ട്. വളരെ എളുപ്പമുള്ളതാട്ടോ. ഈ ഒരു ചാപ്റ്റർ വളരെ എളുപ്പമാണ്. നിങ്ങൾ ആ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നോക്കാം കേട്ടോ. ചാപ്റ്റർ 6 ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. നോക്കി, ഫസ്റ്റ് നമ്മൾ ഒരു മാർക്കറ്റിംഗ് എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു activities a company undertakes to promote the buying or selling of a product or service. എന്താ? ഒരു കമ്പനി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ. എന്തിനു വേണ്ടി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും? ഒരു പ്രൊഡക്റ്റോ സർവീസുകളോ അല്ലെ? ഒരു ഉൽപ്പന്നമാവാം അല്ലെങ്കിൽ ഒരു സേവനമാവും. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇവിടെ സർവീസുകളാണ്, നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയാറില്ല അല്ലെ? നമ്മൾ എപ്പോഴും സർവീസുകളല്ലേ കൊടുക്കുന്നത്. അപ്പൊ അവിടെ സർവീസുകളാവാം. അപ്പൊ ഒരു സർവീസുകളാവാം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളാവാം. അത് വാങ്ങുകയോ അല്ലെങ്കിൽ അതിന്റെ വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കമ്പനി ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു activities a company undertakes to promote the buying or selling of a product or service. ഒരു പ്രൊഡക്റ്റ് ആവാം അല്ലെ, ഒരു ഉൽപ്പന്നമാവാം, അല്ലെങ്കിൽ ഒരു സേവനത്തിന്റെയോ വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കമ്പനി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ കാര്യങ്ങൾ മാർക്കറ്റിംഗിൽ വരുന്നുണ്ട്? അഡ്വർടൈസിങ് അല്ലെ, പരസ്യം ചെയ്യൽ അതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്, ശരിയല്ലേ? സെല്ലിംഗ് ചെയ്യുക, വിൽപ്പന നൽകുന്നതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെ? ആൻഡ് ഡെലിവറിംഗ് പ്രൊഡക്ട്സ് ടു കൺസ്യൂമേഴ്സ് ഓർ അതർ ബിസിനസ്സസ്. എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റുകൾ ഉപഭോക്താക്കൾക്കോ അല്ലെങ്കിൽ മറ്റു ബിസിനസ്സുകാർക്കോ എന്ത് ചെയ്യുന്നു? വിതരണം ചെയ്യുന്നതും മാർക്കറ്റിംഗിൽ വരുന്ന കാര്യമല്ലേ? അല്ലെ?
അഡ്വർടൈസിംഗ് ഉൾപ്പെടുന്നുണ്ട്, സെല്ലിംഗ് ഉൾപ്പെടുന്നുണ്ട്, ഡെലിവറിംഗ് പ്രൊഡക്ട്സ് ടു കൺസ്യൂമേഴ്സ് ഓർ അതർ ബിസിനസ്സസ് ഉൾപ്പെടുന്നുണ്ട്. സോ അപ്പൊ ഇത്രയും നമ്മുടെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ മാർക്കറ്റിംഗ് എന്താണെന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു activities a company undertakes to promote the buying or selling of a product or service. ഒരു ഉൽപ്പന്നമോ ഒരു സേവനമോ അതിന്റെ വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കമ്പനി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റിംഗിൽ എന്തൊക്കെ സാധാരണയായി ഉൾപ്പെടുന്നുണ്ട്? അഡ്വർടൈസിംഗ് അല്ലെ, പരസ്യം ചെയ്യൽ വരുന്നുണ്ട്, വിൽപ്പന സെല്ലിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ ഉപഭോക്താക്കൾക്കോ ബിസിനസ്സുകാർക്കോ എന്ത് ചെയ്യുന്നു, ഡെലിവറി ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും എല്ലാം മാർക്കറ്റിംഗിൽ ഉൾപ്പെടുന്നവയാണ്. ക്ലിയർ ആണോ? രണ്ട് സെന്റൻസ് ആരെണ്ണം നോക്കിയാണോ? ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് നമ്മള് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ is the organizational discipline which focuses on the practical application of marketing orientation, techniques and methods inside enterprises and organization and on the management of a firm's marketing resources and activities. ഒരു വലിയ ഡെഫിനിഷൻ ആണ് അല്ലെ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ, ചോദിക്കാറുണ്ട്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ഡെഫിനിഷൻ ആയതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ. ഇതാ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു അച്ചടക്കമാണ്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ആരെയായിരിക്കണം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്? ആരെയാണ് അവിടെ ഇമ്പോർട്ടന്റ് വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഗ്രൂപ്പ് ആരാണ്? ആരാണ്? എന്താണ് ഇതിനൊരു മടി? കൺസ്യൂമർ അല്ലെ, ഉപഭോക്താക്കളാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെ. അവരെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, ശരിയല്ലേ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസുകൾ ആയിക്കോട്ടെ, അത് ആരെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കണം? കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം അല്ലെ. എന്നാൽ മാത്രമേ നമ്മൾ ആ പ്രൊഡക്റ്റ് വിറ്റു പോവുള്ളൂ, ശരിയല്ലേ? അല്ലാതെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല അല്ലെ. ആ സർവീസുകളോ പ്രൊഡക്റ്റോ ഒന്നും നമ്മൾ ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല അല്ലെ. കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അവരുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ് മനസ്സിലാക്കണം അല്ലെ. അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ സർവീസുകൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ വിപണനം നടത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ എപ്പോഴും ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ. ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു അച്ചടക്കം, അതായത് കുറേയധികം കാര്യങ്ങൾ ഇതിനുള്ളിൽ വരുന്നുണ്ട്. അതായത് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കൃത്യമായ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യുക, മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും കൃത്യമായ ടൈംലി ബേസിസിൽ നടപ്പിലാക്കുക, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൃത്യമായിട്ട് പിന്തുടരുക, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ വളരെ ടൈംലി ബേസിസിൽ തന്നെ നടത്തുക, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഗോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് നിറവേറ്റുക, അങ്ങനെ ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എപ്പോഴും ഒരു മാർക്കറ്റില് ആ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആരാണോ, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന ആ കൺസ്യൂമേഴ്സ് ആരാണോ, അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രൊഡക്റ്റുകളോ സർവീസുകളോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് മെത്തേഡുകൾ അല്ലെങ്കിൽ ടെക്നിക്കുകളുടെ ഒരു കൂട്ടമായുള്ള ഒരു അച്ചടക്കത്തെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പ്രധാനമായിട്ടും എന്തിനെ ഫോക്കസ് ചെയ്യുന്നു എന്നാ പറയുന്നത്? ഓൺ ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ, ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ഇൻസൈഡ് എന്റർപ്രൈസസ് ആൻഡ് ഓർഗനൈസേഷൻ അവിടെ വരുന്നുണ്ട്. അതിനുശേഷം ബാക്കി പറയും. അപ്പൊ നോക്കിയേ, ഇപ്പൊ എപ്പോഴും ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, പ്രായോഗികമായിട്ടുള്ള ഒരു ഉപയോഗം.
എന്തുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ, മാർക്കറ്റിംഗുമായി കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണം, പല പല ടെക്നിക്കുകളും മെത്തേഡുകളും ഒക്കെ ഇൻസൈഡ് എന്റർപ്രൈസസ് ആ ഒരു വ്യവസായ സ്ഥാപന അല്ലെങ്കിൽ ആ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടെക്നിക്കുകള്, മെത്തേഡുകൾ, കാര്യങ്ങൾ എപ്പോഴും അത് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ എപ്പോഴും നമ്മളത് ക്രമീകരിക്കുമ്പോൾ കസ്റ്റമർ സെന്റേർഡ് ആയിട്ടായിരിക്കണം കേട്ടോ. എപ്പോഴും കസ്റ്റമർ സെന്റേർഡ് ആയിട്ട് അവരുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് റിസർച്ചുകളും അനാലിസിസ് ഒക്കെ നടത്തി അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റോ സർവീസുകളോ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് നല്ല ടെക്നിക്കുകളും മെത്തേഡുകളും ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വ്യവസായ സ്ഥാപനമാവാം അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ആവാം അതിനുള്ളിൽ വെച്ച് അവരുടെ എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പുറത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ കൺസ്യൂമറിലേക്ക്, ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നിക്കുകളുടെയും മെത്തേഡുകളായിക്കോട്ടെ, ക്രമീകരണങ്ങളായിക്കോട്ടെ, അതിന്റെയൊക്കെ ഒരു പ്രായോഗിക ഉപയോഗമാണ് ശരിക്കും ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. ഓൺ ദ മാനേജ്മെന്റ് ഓഫ് എ ഫേംസ് മാർക്കറ്റിംഗ് റിസോഴ്സസ് ആൻഡ് ആക്ടിവിറ്റീസ്, അതോടൊപ്പം തന്നെ ആ ഫേമിലെ മാർക്കറ്റിംഗ് റിസോഴ്സുകൾ ഇല്ലേ. ഇപ്പൊ ഒരു സ്ഥാപനത്തില് ഒരുപാട് മാർക്കറ്റിംഗ് ടീം ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരു മാർക്കറ്റിംഗ് ടീം ഉണ്ടാവും ഓരോ ഓർഗനൈസേഷനിലും, ഉണ്ടാവില്ലേ? ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ടീം ഉണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ട് ഒരു ടീം ഉണ്ടാവില്ലേ? അപ്പൊ അത്തരത്തിലുള്ള റിസോഴ്സുകൾ, അവരാണ് നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് റിസോഴ്സുകൾ ഉണ്ടോ? ഉണ്ട് അല്ലെ? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗ് ടീം ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള റിസോഴ്സുകളെ മാക്സിമം ഉപയോഗപ്പെടുത്തുകയും അവരെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് അവരുടെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്തുകൊണ്ട് ഇത് ആളുകളിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുകയും ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു അക്ഷരകമാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം നടപടികളെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ which focuses on the practical application of marketing orientation techniques and methods inside enterprises and organization. എന്താ ഒന്നാമത്തെ കാര്യം പറയുന്നത്? മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരത്വം അല്ലെങ്കിൽ ഒരു കൂട്ടം നല്ല പ്രവർത്തനങ്ങളെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താ? ആ ഒരു വ്യവസായ സ്ഥാപനത്ത് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ, മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തുക, കസ്റ്റമർ സെന്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചുകൾ കൊണ്ടുവരിക, ഒരുപാട് ടെക്നിക്കുകളും മെത്തേഡുകളും ഉപയോഗിക്കുക അല്ലെ. ഒരുപാട് ടെക്നിക്കും മെത്തേഡും നമുക്ക് ഇപ്പോ നമ്മുടെ നാട്ടിൽ നിലവിൽ ലഭ്യമാണ് അല്ലെ. എന്ത് രീതിയിലുള്ള ടെക്നിക്സും മെത്തേഡുകളും ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ പ്രായോഗികമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരിക, അതിന്റെയൊക്കെ പ്രായോഗികമായിട്ടുള്ള ഒരു ഉപയോഗം കൊണ്ടുവരികയും അതുപോലെ തന്നെ ആ ഒരു മാനേജ്മെന്റ് ഓഫ് എ ഫേംസ് മാർക്കറ്റിംഗ് റിസോഴ്സസ് ആൻഡ് ആക്ടിവിറ്റീസ് ആ ഒരു ഫേമിലെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് റിസോഴ്സുകളും അവരുടെ ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രവർത്തനങ്ങളുടെ ഒരു അച്ചടക്കമാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ 2-3 കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ മാർക്കറ്റിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു കമ്പനി ഒരു ഉൽപ്പന്നമാവാം, ഒരു സേവനമാവാം, അതിന്റെ വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗിൽ ഉൾപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ 2-3 കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. പരസ്യം ചെയ്യൽ, അഡ്വർടൈസിങ് വരുന്നുണ്ട്, സെല്ലിംഗ് അല്ലെ, വിൽപ്പന വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡെലിവറിംഗ് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, വിതരണം ചെയ്യുകയും, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണെന്നുള്ളതാണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എപ്പോഴും നമ്മൾ ആ ഒരു ഓർഗനൈസേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഇവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിലെ മാക്സിമം റിസോഴ്സുകളെയും നല്ല രീതിയിൽ അവരുടെ റിസോഴ്സുകളെയും അവിടുത്തെ ആക്ടിവിറ്റീസിനെയും മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം അവർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ടെക്നിക്കുകളും മെത്തേഡുകളും ഓറിയന്റേഷൻ ക്രമീകരണങ്ങളും നടത്തി ആ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു
തലം നല്ല രീതിയിൽ പ്രായോഗികമായ ഉപയോഗത്തിലേക്ക് കൊണ്ടുവന്ന് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൂട്ടം നടപടിക്രമങ്ങളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ഡിസിപ്ലിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ശരി. നെക്സ്റ്റ് അടുത്ത ഞങ്ങൾ പഠിച്ചൊരു ടേമാണ് മാർക്കറ്റിംഗ് മിക്സ്. പഠിച്ചിട്ടില്ലേ? മാർക്കറ്റിംഗ് മിക്സ് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ മാർക്കറ്റിംഗ് മിക്സ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ജസ്റ്റ് അതൊന്നും കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തി എടുക്കുന്നു. അതിന് കുറച്ച് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ഓക്കെ നോക്കിയേ, the term marketing mix is a foundation model for business. അല്ലെ, ഏതൊരു ബിസിനസിന്റെയും ഒരു അടിസ്ഥാന മാതൃകയാണ് ഈ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഏതൊരു നിങ്ങൾ മാർക്കറ്റിംഗ് മിക്സിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഹിസ്റ്റോറിക്കലി സെന്റേർഡ് അറൌണ്ട് എന്നാണ് കേട്ടോ. സെന്റേർഡ് അറൌണ്ട് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ശരിയല്ലേ? ഒരു മാർക്കറ്റിംഗ് മിക്സ് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? എന്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു? 4 എണ്ണം, 4 P's അല്ലെ? ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഈ 4 P'സിനെ കേന്ദ്രീകരിച്ചാണ് ഒരു മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അല്ലെ? ആണോ? അപ്പൊ ഈ 4 എണ്ണം ഒരു ഏതൊരു ബിസിനസ്സിനും ഇത് 4ഉം വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ഇമ്പോർട്ടന്റ് അല്ലേ? ഇതിനെ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? പറ്റുമോ? പ്രൊഡക്റ്റ് മാറ്റി വെക്കാൻ പറ്റില്ല. അതിനൊരു പ്രൈസ് ഇടുന്നത് മാറ്റി വെക്കാൻ പറ്റില്ല അല്ലെ? പ്ലേസ്, അത് വിതരണം ചെയ്യുന്ന പ്ലേസ് മാറ്റാൻ പറ്റില്ല. പ്രൊമോഷൻ, ഒരു പ്രൊഡക്റ്റ് ഒരു വ്യക്തി ഉണ്ടാക്കി വെച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അത് ആളുകളിലേക്ക് അറിയണമെങ്കിൽ പ്രൊമോഷനിലൂടെയല്ലേ അറിയുള്ളൂ അല്ലെ? അത് ഏത് രീതിയിലുള്ള പ്രൊമോഷനും ആയിക്കോട്ടെ, അതല്ലാതെ ഒരിക്കലും അറിയാൻ പോകുന്നില്ലല്ലോ അല്ലെ? അപ്പൊ ഈ 4 P's ഇല്ലാതെ ഒരു ബിസിനസ് ഉണ്ടോ? ഉണ്ടോ? ഈ 4 P's ഇല്ലാതെ, ഇത് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, ഈ 4 P's ഇല്ലാതെ ഒരിക്കലും ഒരു ബിസിനസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 4ഉം കൂടുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ആ ഒരു മാർക്കറ്റിംഗ് മിക്സ് ഏതൊരു ബിസിനസിന്റെയും ഒരു അടിസ്ഥാന മാതൃകയാണ്. ആ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. മാർക്കറ്റിംഗ് മിക്സ് ഈസ് എ ഫൗണ്ടേഷൻ മോഡൽ ഫോർ ബിസിനസ്സസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, പറയുന്ന ഭാഗങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. Then the marketing mix has been described as the set of marketing tools. ആ ഒരു ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടിരിക്കുന്ന ഭാഗം കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Set of marketing tools that the firm uses to pursue its marketing objectives in the market. എന്താ ഒരു മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസ്, ഒരു കൂട്ടം മാർക്കറ്റിംഗ് ടൂളുകളുടെ ഒരു കൂട്ടമാണ്. that the firm uses to pursue, എന്താണ് ആ ഒരു ഫോം അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം പിന്തുടരുന്ന the marketing objective, pursue its marketing objective in its market. എന്താ അവരുടെ വിപണനം അല്ലെങ്കിൽ ആ ഒരു കമ്പോളത്തിന് അവരുടെ വിപണന ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു വിപണന ലക്ഷ്യം എന്താണോ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥാപനം പിന്തുടരുന്ന ഒരു കൂട്ടം മാർക്കറ്റിംഗ് ടൂളുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്താ? എന്താ നമ്മുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ആയിരിക്കാം? നമ്മൾ ഒരു പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കി,
നമ്മുടെ ആ ഒരു ലക്ഷ്യം, മാർക്കറ്റിംഗ് ലക്ഷ്യം എന്തായിരിക്കും? ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കും? ഒന്നുമില്ലേ? അത് നല്ല രീതിയിൽ വിൽപ്പന നടത്തുക, അതല്ലേ? നല്ല രീതിയിൽ അത് വിൽപ്പന നടത്തുക എന്നുള്ളതല്ലേ നമ്മുടെ എല്ലാവരുടെയും, ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന വ്യക്തിയുടെയും മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ മാർക്കറ്റില് അല്ലെങ്കിൽ വിപണിയില് അല്ലെങ്കിൽ നമ്മുടെ കമ്പോളത്തില് ഈ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, അവർ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു വിപണന ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ആ സ്ഥാപനം ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് ടൂളുകളുടെ ഒരു കൂട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അവർ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് ടൂളുകൾ ഏതൊക്കെയായിരിക്കും? അതെ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ ഏതൊക്കെയാ? ഈ 4 P's ഒക്കെ തന്നെയാണ്, അല്ലെ? പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അതിന് പ്രൈസ് ഇടുന്നു, അതിന്റെ പ്രൈസ് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു, അതിനുശേഷം പ്രൊമോഷൻ ചെയ്യുന്നു, അല്ലെ? ഇതിലൂടെ ഈ 4 P'സിലൂടെയാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്തരത്തിൽ ആ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അവർക്ക് പൂർത്തിയാക്കണം അല്ലെങ്കിൽ പിന്തുടരുന്നതിന് വേണ്ടി ആ സ്ഥാപനം ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് ടൂളുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ മാർക്കറ്റിംഗ് മിക്സിന്റെ 2 പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. ഫസ്റ്റ് പോയിന്റും അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഡബിൾ ഇൻവേർട്ടഡ് ഫോമിലുള്ള ആ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഇത് ഇനി പറയണോ? ക്ലിയർ ആണോ? ശരി. നെക്സ്റ്റ് 4 P's ഓഫ് മാർക്കറ്റിംഗ്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്, അല്ലെ? ആ 4 P's കൂടി കൂടുമ്പോഴാണ് മാർക്കറ്റിംഗ് മിക്സ് ആയി മാറുന്നത്. ഏതൊക്കെയാ? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, അല്ലെ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതില് ഓൾറെഡി നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലാവും ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് പ്രൈസിനാണ്. ഇത് നമ്മൾ ഇനി പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ആ 4 എണ്ണമാണ് ഈ മാർക്കറ്റിംഗ് മിക്സിന്റെ ആ ഒരു മിക്സ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. 4 P's ഓഫ് മാർക്കറ്റിംഗ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഈ 4 പേര് മറക്കാതെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഇത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അപ്പോഴും തെറ്റാതെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ആണോ? ഈ ഭാഗം ക്ലിയർ അല്ലേ? ഇനി നമ്മള് ആ 4 P'സിലെ ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവാം. എന്താണ്? ഫസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്താണ് ഒരു പ്രൊഡക്റ്റ്? എന്താ അതിന്റെ മലയാളം? എന്താ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ? എന്താ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ? എന്താ? ഒരു ഉൽപ്പന്നം, അല്ലെ? അതെ, ഉൽപ്പന്നമാണ്. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം എന്നാണ് അർത്ഥം, അല്ലെ? അപ്പൊ ആ പ്രൊഡക്റ്റിന് അപ്പൊ നമ്മൾ ഇനി ഇതിൽ പറയുന്നത് നമ്മൾ അവിടെ പഠിച്ചത് സ്ട്രാറ്റജീസ് ആണ്. ഇവിടെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് എന്താണ്, ഒരു പ്രൈസ് എന്താണ്, എന്താണ് ഒരു പ്ലേസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഒരു പ്രൊമോഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ. എ പ്രൊഡക്റ്റ് ഈസ് ദ ഐറ്റം ഓഫർഡ് ഫോർ സെയിൽ. അണ്ടർലൈൻ ചെയ്തിട്ടേ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇനത്തെ അല്ലെങ്കിൽ ഒരു ഐറ്റത്തെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സെയിലിന് ഓഫർ ചെയ്യുന്ന ഒരു ഐറ്റത്തെയല്ലേ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നേ? ആണോ? വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇനം അല്ലെങ്കിൽ ഒരു ഐറ്റത്തെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഭാഗം. എ പ്രൊഡക്റ്റ് ക്യാൻ ബി എ സർവീസ് ഓർ ആൻ ഐറ്റം, അല്ലെ? പ്രൊഡക്റ്റ് നമുക്ക് ഒരു സർവീസ് ആവാം അല്ലെങ്കിൽ ഒരു ഐറ്റം ആവാം. ശരിയല്ലേ? ഹോസ്പിറ്റൽ ബേസ് ആവുമ്പോൾ നമ്മുടെ സർവീസ് എന്താ പറയാ? അതിന് പ്രൊഡക്റ്റ് എന്നല്ല പറയാം, അല്ലെ? അല്ലെങ്കിൽ ഒരു ഐറ്റം എന്നല്ല പറയാം. സർവീസ് ആവാം അല്ലെങ്കിൽ ഒരു ഐറ്റം ആവാം. ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ ഓർ ഇൻ വിർച്വൽ ഓർ സൈബർ ഫോം. ഇപ്പൊ പ്രൊഡക്റ്റ് സാധാരണയായിട്ട് ഫിസിക്കൽ ഫോമിലുണ്ട്, വിർച്വൽ ഫോമിലുണ്ട്, സൈബർ ഫോമിലുണ്ട്. ഫിസിക്കൽ ഫോമിലുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടാഞ്ചിബിൾ ആയിട്ടുള്ളത്, അല്ലെ? അതായത് നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും ഒക്കെ പറ്റും, ഇല്ലേ? നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്തൊക്കെ വരാം? എല്ലാം, അല്ലെ? ഹാർഡ് ആയിട്ടുള്ള എല്ലാ മാറ്റേഴ്സും വരാം, അല്ലേ? വരുമോ?
ഫർണിച്ചേഴ്സ് ആവാം, മെഷീനറീസ് ആവാം, ഇപ്പൊ മെഡിക്കൽ ഡിവൈസുകൾ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന അത്തരത്തിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇല്ലേ? ഇനി ഈ വിർച്വൽ ഫോമിലാവുമ്പോഴോ എന്തായിരിക്കും? നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അക്സസ് ചെയ്യാനും ഡിജിറ്റലി പറ്റുന്നത്. ഡിജിറ്റലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺലോഡ് ചെയ്യാനും അക്സസ് ചെയ്യാനും നമുക്ക് ഡിജിറ്റലി പറ്റുന്നവയാണ് വിർച്വൽ ആയിട്ടുള്ളത്. അപ്പൊ അതിപ്പോ വീഡിയോസ് ആവാം, മ്യൂസിക് ആവാം, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഓൺലൈൻ കോഴ്സുകളാവാം അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് ഡിജിറ്റലി അല്ലേ അക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഡിജിറ്റലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നവയൊക്കെയാണ് വിർച്വൽ ഫോമിലുള്ള പ്രൊഡക്റ്റുകൾ. ഇതെല്ലാം പ്രൊഡക്റ്റ് അല്ലേ? നിങ്ങൾ നമുക്ക് തരുന്ന പേയ്മെന്റിനനുസരിച്ച് നമ്മൾ തരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ ഇത്? ആണോ? ഒരു പ്രൊഡക്റ്റ് അല്ലേ ഇത്? നിങ്ങൾ നമുക്ക് പേയ്മെന്റ് തരുന്നുണ്ട്, ഫീ തരുന്നുണ്ട് അല്ലെ? അതിനനുസരിച്ച് നമ്മൾ തരുന്ന പ്രൊഡക്റ്റ് അല്ലേ ഇത്? ഈ ക്ലാസ്സുകള് അല്ലെ? അപ്പൊ അതുപോലെ നമുക്ക് ഡിജിറ്റലി മാത്രം അക്സസ് ചെയ്യാനോ അതുപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ ഒക്കെ പറ്റുന്നവയാണ് വിർച്വൽ ഫോമിലുള്ള പ്രൊഡക്റ്റ്. ഇനി സൈബർ ഫോമിലുള്ളത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, അതെ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പൊ നമ്മുടെ ഇൻഫർമേഷൻസോ ഡിവൈസുകളോ നമ്മുടെ ഇൻഫർമേഷൻസോ ഡിവൈസുകളോ സിസ്റ്റംസോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ പറയാം. ഇപ്പൊ ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ് പോലെയുള്ളവയ്ക്ക് ഇല്ലേ? അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ്, അങ്ങനെയുള്ള ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ് പോലുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന രീതിയിൽ മറ്റുള്ള ഡിവൈസുകളെയോ മറ്റുള്ള ഇൻഫർമേഷൻസിനെയോ സിസ്റ്റംസിനെയോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ടെക്നോളജി ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ സൈബർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 3 ടൈപ്പിലുള്ള പ്രൊഡക്റ്റുകളും നമ്മൾ പറഞ്ഞു. ഇനി ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ നിർമ്മിക്കുമ്പോൾ നമുക്ക് ചിലവ് വരില്ലേ? വരുമോ? ഒരു പ്രൊഡക്റ്റ് നമുക്ക് നിർമ്മിക്കുമ്പോൾ അതിനൊരു നിർമ്മാണ ചിലവില്ലേ? ചിലവുണ്ടോ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുമ്പോൾ നമുക്കൊരു നിർമ്മാണ ചിലവുണ്ടോ? വരും അല്ലെ? അപ്പൊ ആ നിർമ്മാണ ചിലവ് മെയിൻറ്റെയിൻ കോസ്റ്റ് അല്ലെ? നമ്മളൊരു തുക ചിലവാക്കിയാണ് അത് നിർമ്മിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളത് വിൽക്കുമ്പോഴും അതിനൊരു വിലയിടില്ലേ അല്ലെ? ഒരു വിലയിട്ടല്ലേ നമ്മളത് വിൽക്കുന്നത്? ആണോ? നമ്മളൊരു നിർമ്മാണ ചിലവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു വിലയിട്ടിട്ടല്ലേ നമ്മളത് വിൽക്കാം അല്ലെ? നോക്കിയേ, എവറി പ്രൊഡക്റ്റ് ഈസ് മെയ്ഡ് അറ്റ് എ കോസ്റ്റ് ആൻഡ് ഈച്ച് ഈസ് സോൾഡ് അറ്റ് എ പ്രൈസ് അല്ലെ? ഒരു തുക ചിലവാക്കിയാണ് നമ്മൾ നിർമ്മിക്കുന്നത്, അതുപോലെ തന്നെ ഒരു തുക, ഒരു വില ഇട്ടിട്ടാണ്, ഒരു പ്രൈസ് നിശ്ചയിച്ചിട്ടാണ് അത് വിൽക്കുകയും ചെയ്യുന്നത്. Then the price that can be charged depends on the market, the quality, the marketing and the segment that is targeted. എപ്പോഴും നമ്മള് ഈ ഒരു പ്രൈസ് ഇടുന്നത്, ഒരു പ്രൊഡക്റ്റിന് നമ്മൾ വില നിശ്ചയിക്കുന്നു. നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അതിന് നിങ്ങൾ ഒരു വില നിശ്ചയിക്കുന്നത് എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും? എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും? എന്തൊക്കെ ബേസിസ് ഉണ്ടോ? എന്തെങ്കിലും ബേസിസിലാണോ ചെയ്യുന്നത്? അത് നമുക്ക് തോന്നി ഇഷ്ടമുള്ള ഒരു വില ഇടുവാണോ? ഒരു പ്രൈസ് സെറ്റ് ചെയ്യുവാണോ? എന്തൊക്കെ നോക്കൂ? നോക്കൂലേ? അതിന്റെ ക്വാണ്ടിറ്റി നോക്കും, ക്വാളിറ്റി നോക്കും അല്ലെ? അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പ്രൈസ് ഇടുമ്പോ അത് ചാർജ് ചെയ്യുന്നത് ഒരു പ്രൈസ്, ആ പ്രൊഡക്റ്റിന്റെ സൈസ് നോക്കും. അപ്പൊ എപ്പോഴും ഡിപ്പെൻസ് ഓൺ ദ മാർക്കറ്റ്. ഒന്നാമത്തെ കാര്യം നോക്കേണ്ടത് ഈ മാർക്കറ്റില് ഈ പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് അല്ലേ? അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ? ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില സമയങ്ങളില് ചില പച്ചക്കറിക്ക് ഭയങ്കര വില കൂടുതലായിരിക്കും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണത്? മാർക്കറ്റില് അത് കിട്ടാനില്ല അല്ലെ? അതുകൊണ്ട് തന്നെ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. ഡിമാൻഡ് കൂടുതലുള്ള ഐറ്റംസ് ആണെങ്കിൽ അതിന്റെ റേറ്റും അതിനനുസരിച്ച് കൂടും അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റില് ഈ ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് അത് നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. അപ്പൊ മറ്റുള്ളവയേക്കാൾ നല്ല ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് പ്രൈസ് കൂട്ടിയിടാം, കുഴപ്പമില്ല അല്ലെ? നല്ല ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് പ്രൈസ് കൂട്ടിയിടാലോ, അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു അഫോർഡബിൾ പ്രൈസ് നമുക്ക് ഇടാലോ അല്ലെ? അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെഗ്മെന്റ് ദാറ്റ് ഈസ് ടാർഗറ്റഡ്, എന്താ അതിന്റെ മാർക്കറ്റിംഗ് ടെക്നിക്ക് ഏതൊക്കെയായിരിക്കണം എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആ കൺസ്യൂമർ വിഭാഗം ഏതാണ്, ഏത് സെഗ്മെന്റിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്? നമ്മളൊരു ആവറേജ് ആയിട്ടുള്ള ആളുകളെയാണോ, ഒരു ഹൈ ക്ലാസ് ഉള്ള ആളുകളെയാണോ? അവരെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ
നമ്മളൊരു സാധാരണ വ്യക്തികളെയാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ഒരു അഫോർഡബിൾ ഒരു മീഡിയം ലെവലിലുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് ഇട്ടാൽ മാത്രമേ അവരത് വാങ്ങുള്ളൂ അല്ലേ? അല്ലാതെ ഒരുപാട് ഹൈ ആയിട്ടുള്ള കോസ്റ്റ് ഇട്ടാല് സാധാരണക്കാർ വാങ്ങുമോ? പ്രൊഡക്റ്റ് വാങ്ങുമോ? ആവശ്യമുണ്ടെങ്കിൽ പോലും മിക്കവരും അത് വാങ്ങാൻ പഠിക്കും അല്ലെ? അപ്പൊ എപ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു കൺസ്യൂമർ സെഗ്മെന്റ് ഏതാണ്, ഏത് വിഭാഗത്തിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആ വിഭാഗത്തിന് അത് വാങ്ങാൻ സാധിക്കുമോ, അവരുമായി ബന്ധപ്പെട്ട് അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു പ്രൈസ് പ്രൊഡക്റ്റിന് ഇടാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് ദ ഐറ്റം ഓഫേർഡ് ഫോർ സെയിൽ അല്ലെ? വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പന വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇനത്തെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആ പ്രൊഡക്റ്റ് എന്താണ്? ഒരു സർവീസ് ആവാം, ഒരു ഐറ്റമും ആവാം. ഇത് ഫിസിക്കൽ ഫോമിലുണ്ട്, വിർച്വൽ ഫോമിലുണ്ട്, സൈബർ ഫോമിലും ഉണ്ട്. ഫിസിക്കൽ ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ടാൻജിബിൾ ആണ്, ടച്ച് ചെയ്യാനും സീൻ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. ഇനി വിർച്വൽ ഫോമിലാകുമ്പോൾ നമുക്ക് ഡിജിറ്റലി അക്സസ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നവ. അതേപോലെ സൈബർ ഫോമിലാകുമ്പോൾ നമ്മൾ യൂസ് ടെക്നോളജി ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻഫർമേഷൻസും നമ്മുടെ സിസ്റ്റംസും നമ്മുടെ ഡിവൈസുകളും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ടെക്നോളജീസ് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് എന്ത്? സൈബർ ഫോമിലുള്ളവ. ദെൻ എല്ലാ പ്രൊഡക്റ്റുകളും എവരി പ്രൊഡക്റ്റ് ഈസ് മെയ്ഡ് അറ്റ് എ കോസ്റ്റ്. ഒരു തുക ചിലവാക്കിയാണ് നമ്മൾ അത് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തുക ഒരു പ്രൈസ് നിശ്ചയിച്ചിട്ടാണ് അത് വിൽക്കുന്നതും. ഇനി ഈ പ്രൈസ് നമുക്ക് എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റിന് പ്രൈസ് എടുക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? മാർക്കറ്റിൽ അതിൽ എത്രത്തോളം സാധ്യതയുണ്ട്, എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, അത് നോക്കണം. അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, നല്ല ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റ് ആണോ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എങ്ങനെ നമുക്ക് അത് ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള നമ്മൾ ഏത് ടാർഗറ്റ് സെഗ്മെന്റ് അല്ലെങ്കിൽ ഏത് കൺസ്യൂമേഴ്സിനെ ഉദ്ദേശിച്ചാണോ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് നിർണ്ണയിക്കേണ്ടത്. ക്ലിയർ ആണോ? പ്രൊഡക്റ്റ് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ് പ്രൈസ്. പ്രൈസ് എന്താ? വില അല്ലെ? അപ്പൊ പ്രൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും? വില. എന്താണ് ഇവിടെ വില അല്ലെങ്കിൽ പ്രൈസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൈസ് ഇൻ മാർക്കറ്റിംഗ് മീൻസ് refers to the value we pay in exchange for the product and services offered by a company. എന്താ? ഒരു കമ്പനി വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളാവാം, ഉൽപ്പന്നങ്ങളാവാം അല്ലെ? അതിന്റെ പകരമായിട്ട് ഇപ്പൊ ഒരു കമ്പനി നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ അതിന് പകരമായി നമ്മൾ നൽകുന്ന മൂല്യത്തെയാണ് പ്രൈസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ശരിയല്ലേ? ഒരു കമ്പനി നമുക്ക് സർവീസ് ആയിരിക്കാം തരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം തരുന്നത് അല്ലെ? അതിന് പകരമായിട്ട് നമുക്ക് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനോ സർവീസിനോ തിരികെ ആ ഒരു കമ്പനിക്ക് തിരികെ നൽകുന്ന മൂല്യമല്ലേ വില എന്ന് പറയുന്നത് അല്ലെ? വാല്യൂ അല്ലേ നമ്മള് വില എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആണോ? എന്താണ്? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ, വളരെ കുറവാണല്ലോ അല്ലേ? Then price is considered as an essential element of the marketing. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ 4 മാർക്കറ്റിംഗ് പീസില് ആ 4 പീസില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ എലമെന്റ് ആണ് പ്രൈസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രൈസ് വളരെ എസെൻഷ്യൽ എലമെന്റ് ആണെന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഇറ്റ് ഡിക്റ്റേറ്റ്സ് എ കമ്പനീസ് സർവൈവൽ ആൻഡ് പ്രോഫിറ്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ ആ ഒരു സെൻസ്. ഇറ്റ് ഡിക്റ്റേറ്റ്സ് എ കമ്പനീസ് സർവൈവൽ ആൻഡ് പ്രോഫിറ്റ്. ഒരു വില നിശ്ചയിക്കുമ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞു ഓൾറെഡി, പ്രൊഡക്റ്റ് ഒരു തുക ചിലവാക്കിയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ആ തുക നമുക്ക് തിരികെ കിട്ടണം. ഇപ്പൊ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ഏകദേശം ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപയോളം നമുക്ക് ചിലവായി വിചാരിക്കാം. അപ്പൊ നമ്മൾ സാധാരണ ഒരു വിലയിടുന്നത് എങ്ങനെയായിരിക്കണം? 50-ൽ കുറവായിരിക്കണോ കൂടുതലായിരിക്കണോ? കുറവായിരിക്കണം കൂടുതലായിരിക്കണം? നമുക്ക് ബേസിക് ആയിട്ട് അതിന്റെ ആവശ്യമായിട്ട് സാധനങ്ങൾ വേണം, അതിന് കൂടുതലായിരിക്കണം അല്ലെ? ഒരു 50 രൂപയാണ് നമുക്ക് മൊത്തത്തില് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്, ഒരൊറ്റ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് മതിയായതെങ്കിൽ അതിൽ കൂടുതൽ വിലയിട്ടാലല്ലേ നമ്മുടെ പ്രോഫിറ്റും അതുപോലെ നമ്മുടെ ആ ഒരു കമ്പനിക്കും നിലനിൽപ്പുണ്ടാവുള്ളൂ അല്ലെ? അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നഷ്ടമായിരിക്കും സംഭവിക്കുക. ശരിയല്ലേ?
അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ സർവൈവൽ, ആ ഒരു കമ്പനിയുടെ നിലനിൽപ്പായിക്കോട്ടെ, അവർക്ക് കിട്ടുന്ന ലാഭമായിക്കോട്ടെ, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്താ? ആ പ്രൊഡക്റ്റിന്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ്, അല്ലെ? അപ്പൊ നല്ലൊരു ഓക്കെ ആണ്, അതായത് ഓക്കെ ആണ്, ഇപ്പൊ എന്താണ് കൺസ്യൂമേഴ്സിനും അത് വാങ്ങാൻ പറ്റുന്ന രീതിയാണ്. അതേസമയം പ്രൊഡ്യൂസറിനും അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, അത്യാവശ്യം ലാഭവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്യും? മുന്നോട്ട് പോകും, അല്ലെ? അതുകൊണ്ട് തന്നെ കമ്പനി അപ്പൊ എപ്പോഴും ഒരു വിലയിടുമ്പോ അത് ആ കമ്പനിയുടെ നിലനിൽപ്പിനെ ഓർക്കണം, അതുപോലെ തന്നെ അവരുടെ ലാഭവും അതിൽ നിന്ന് കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രൈസിംഗ് എന്ന് പറയുന്നത് ഈ 4 പീസിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ എലമെന്റ് ആണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈസിംഗ് മാർക്കറ്റിംഗ് മിക്സ് റെഫേഴ്സ് ടു ദ വാല്യൂ വി പേ ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫർഡ് ബൈ എ കമ്പനി. ഒരു കമ്പനി നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഉൽപ്പന്നത്തിനോ സേവനത്തിനോ പകരമായിട്ട് നമ്മൾ നൽകുന്ന മൂല്യത്തെയാണ് പ്രൈസ് അല്ലെങ്കിൽ വില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രൈസ് എന്താണ്? പ്രൈസ് ഇസ് കൺസിഡർഡ് ആസ് ആൻ എസെൻഷ്യൽ എലമെന്റ്, വളരെ അനിവാര്യമായിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം അതൊരു മാർക്കറ്റിംഗ് മിക്സിലെ അനിവാര്യമായ എലമെന്റ് ആണ്. കാരണം ഇറ്റ് ഡിക്റ്റേറ്റ്സ് എ കമ്പനി സർവൈവൽ ആൻഡ് പ്രോഫിറ്റ്. ആ കമ്പനിയുടെ സർവൈവൽ, നിലനിൽപ്പും അതുപോലെ തന്നെ പ്രോഫിറ്റ്, എന്താ ലാഭവും ഒക്കെ ഇതിൽ നമുക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ 2 എണ്ണം വേഗം ഒന്ന് വായിച്ചു നോക്കി. പ്രൊഡക്റ്റ്, പ്രൈസ്, അതിനുശേഷം ബാക്കി 2 എണ്ണം പറയാം. വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചോ? ക്ലിയർ ആണോ? പ്രൊഡക്റ്റും പ്രൈസും ക്ലിയർ ആണോ? ഓക്കെ, ശരി. Then third one ആണ് place. Place in marketing means refers to the geographical location in which the company sells its product and provides its services. എന്താണ് place in marketing mix എന്ന് പറഞ്ഞാൽ? എന്താണ്? refers to the geographical location in which the company sells its product and provides its services. അപ്പോ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ, മാർക്കറ്റിംഗ് മിക്സിലെ പ്ലേസ് എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, എന്താ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥാനമാണ്. എന്തുവഴി? ഒരു കമ്പനി അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനെയാണ് നമ്മൾ പ്ലേസ് എന്ന് പറയുന്നത്. And it is said that location is one of the most important parts of marketing strategy. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ, മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ലൊക്കേഷൻ അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? നിങ്ങൾ ഓൺലൈനായിട്ട് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാറുണ്ടോ? ഓൺലൈനായിട്ട് വാങ്ങാറുണ്ടോ? സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ടോ? അപ്പൊ നിങ്ങളോട് പറയാണ്, ഇന്ന സ്ഥലത്ത് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ പോയി വാങ്ങിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യും, അല്ലേ? നമ്മൾ പറയുന്ന സ്ഥലത്ത് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് തരുമ്പോഴല്ലേ നമ്മൾ അത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കൂടുതലും അതിനനുസരിച്ചുള്ള ആ ഒരു എന്താണ് പർച്ചേസും കാര്യങ്ങളും പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെ? അല്ലാതെ അപ്പൊ ഇപ്പൊ എല്ലാം അങ്ങനെയാണ്. നമ്മുടെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ലൊക്കേഷൻ അനുസൃതമായിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ സെയിൽസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുകയോ
അതെ, റൈറ്റ് ഗുഡ്സ് റൈറ്റ് ടൈമില് റൈറ്റ് പ്ലേസിൽ എത്തിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് അത് എത്തിച്ചു കൊടുക്കുന്നതിലൂടെയും ഒരു വിശ്വാസവും അതിനുശേഷം പിന്നീടുള്ള പർച്ചേസും ഒക്കെ നമുക്ക് അതിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ലൊക്കേഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു പ്രൈസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് മിക്സിലെ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, എന്താ ഭൂമിശാസ്ത്രപരമായ ആ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനം. എന്താണ്, ഒരു കമ്പനി അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തെ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനെയാണ് നമ്മൾ പ്ലേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? പ്ലേസ് മനസ്സിലായോ? ഓക്കെ, ശരി. ഇപ്പൊ നാലാമത്തെ ഒരെണ്ണം കൂടിയുള്ളൂ. എന്തായിരിക്കും അത്? പ്രൊമോഷൻ അല്ലെ ആണല്ലോ. ഫോർത്ത് വൺ ആണ് പ്രൊമോഷൻ. Promotion in the promotion in the marketing mix refers to the communication that aims at promoting a product, activity, or a brand among the target customers in order to drive sales and involves both buyer and seller. So, ഒരു പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് മിക്സിൽ ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ശരിയല്ലേ? ഒരു ആശയവിനിമയമാണ് ശരിക്കും പ്രൊമോഷനിലൂടെ നമ്മൾ ചെയ്യുന്നത് അല്ലെ? ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ നടത്തുന്നത്. എന്താണ്, നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി ആവാം, അല്ലെങ്കിൽ ആ ബ്രാൻഡ് ആവാം, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? അതിനെ പ്രചരിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുന്നു. അത് ആരിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു ആശയവിനിമയമാ? ടാർഗറ്റ് കസ്റ്റമറിലേക്ക്. നമ്മൾ ഏത് കസ്റ്റമറിനെ ഉദ്ദേശിച്ചാണോ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്, ആ ഒരു ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഉപഭോക്താക്കളെ അടിസ്ഥാനമാക്കി അവരുമായിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റോ ആക്ടിവിറ്റിയോ ബ്രാൻഡോ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരിലേക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ഓർഡർ ടു ഡ്രൈവ് സെയിൽസ്, ഈ ഒരു പ്രൊമോഷന്റെ ഉദ്ദേശം എന്ത് തന്നെയാ? പ്രധാന എയിം എന്ത് തന്നെയാ? ടു ഡ്രൈവ് സെയിൽസ് അല്ലെ? എന്താ? സെയിൽസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലേ? ആണോ? വിൽപ്പന വർദ്ധിപ്പിക്കുക തന്നെയല്ലേ പ്രൊമോഷന്റെ ഉദ്ദേശം അല്ലെ? അതെ. Then involve both buyer and seller. ഇതിൽ രണ്ട് കൂട്ടരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ബയറിനെയും സെല്ലറിനെയും ഉൾപ്പെടുത്തി രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു ആശയവിനിമയമായിട്ടാണ് പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നത്. However, rather than just increasing sales, promotion can also aim at building the reputation of the organization. എന്താ? സെയിൽസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല പ്രൊമോഷനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റാം. എന്താ? ആ ഒരു ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി കൂടി നമുക്ക് വർദ്ധിപ്പിക്കാനും ബിൽഡ് ചെയ്തെടുക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ശരിയല്ലേ? ആ ഒരു ബ്രാൻഡ്, ഇപ്പൊ നമ്മൾ ചില ബ്രാൻഡുകളൊക്കെ നമ്മൾ വളരെ ഫേമസ് ആയിരിക്കാം അല്ലെ? അത് ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ശരിയല്ലേ? ചില ബ്രാൻഡുകൾ നമ്മൾ വളരെയധികം ഫേമസ് ആയിട്ട് കണ്ടിട്ടില്ലേ? അപ്പൊ അത്തരത്തില് ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് അതിന്റെ ആ ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തിയൊക്കെ വർദ്ധിപ്പിക്കാനും ഈ പ്രൊമോഷൻ വഴി സാധിക്കാറുണ്ട്. ചിലപ്പോൾ പല പ്രൊഡക്റ്റും നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ട് പോലും ഉണ്ടാവാത്തതുണ്ടാവും അല്ലേ? നമ്മുടെ മനസ്സിൽ നമുക്ക് കുറെ ബ്രാൻഡുകൾ അത് നല്ലതാണല്ലോ, ഇത് നല്ലതായിരിക്കും, അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം കൊണ്ട് കേട്ടിട്ടുള്ള വന്നതുകൊണ്ടാവാം, അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊമോഷൻസ് കണ്ടതുകൊണ്ടാവാം. ശരിയല്ലേ? അത് ചിലപ്പോൾ ഉപയോഗിച്ചെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവാത്ത പല പ്രൊഡക്റ്റുകളും നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ച് നല്ലൊരു നമ്മുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനം കൊടുത്ത് നിർത്തിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതൊക്കെ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ എപ്പോഴും പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, ആശയവിനിമയമാണ്. പ്രധാനമായിട്ടും എന്തിനെ ലക്ഷ്യമിടുന്നു? ഒരു പ്രൊഡക്റ്റ് ആവാം, ഒരു ആക്ടിവിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആവാം. അതിനെ ടാർഗറ്റ് കസ്റ്റമേഴ്സിന്റെ ഇടയിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെയോ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ആ ബ്രാൻഡിനെയോ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആശയവിനിമയമാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആശയവിനിമയം. അപ്പൊ അവിടെ ബയറും സെല്ലറും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊമോഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ സെയിൽസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആ ഒരു ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി കൂടി നമുക്ക് ഇതിലൂടെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? പ്രൊമോഷൻ ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ആ ഒരു പ്ലേസും പ്രൊമോഷനും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഹൗ ടു മാർക്കറ്റ് എ ഹോസ്പിറ്റൽ. ഇനി നമ്മളൊരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗിന്റെ മെത്തേഡുകൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്, ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമുള്ള ഭാഗമാണ്. അപ്പൊ അതില് ഒരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് എങ്ങനെയാണ്? ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണോ? ആണോ? ഡയറക്റ്റ് മാർക്കറ്റിംഗ് നമുക്ക് ഹോസ്പിറ്റലിൽ സാധ്യമാണ്? ആണോ? ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു സർവീസ് വിൽക്കാനുണ്ട്, വാങ്ങാനുള്ളവർ ആവശ്യമായിട്ട് വരിക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ഹോസ്പിറ്റലിൽ പ്രായോഗികമായിട്ടുള്ളത്, അല്ലെ? ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് പല മെത്തേഡുകളിലൂടെ ഇതൊരു മാർക്കറ്റിംഗ് ആണെന്ന് അറിയാതെ എന്ത് ചെയ്യുന്നു? എന്തിനാ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നേ? എന്തിനാ ഹോസ്പിറ്റലിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്? എന്തിനാ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നത്? എന്തിനാ? നമുക്ക് ആരെ കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക്? പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെ? ആ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ അട്രാക്ട് ചെയ്ത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവിടെ കൺസ്യൂമേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടുമാണ്, അല്ലെ? അത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പൊ അത്തരത്തില് പേഷ്യൻസിനെ കൂടുതൽ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വർദ്ധിപ്പിക്കാനും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ടെക്നിക്കുകൾ ഒരു 9 ടെക്നിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. എളുപ്പമുള്ള ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇവിടെ വരെ മിസ് ഇന്ന് എടുക്കുന്നുള്ളൂ. അപ്പൊ ഹൗ ടു മാർക്കറ്റ് ആൻഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അത് ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. പിന്നെയും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ വരെയും, അതായത് പ്രൊമോഷൻ വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. Okay, thank you.